ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സൂപ്പുമായിട്ടാണ്. എന്താണ് ആ സൂപ്പിന്റെ പേര്? ഡാഡി സ്പെഷ്യൽ സൂപ്പർ സൂപ്പ്. സൂപ്പർ സൂപ്പ് ആവുമല്ലോ. പിന്നെ ഡബിൾ സൂപ്പർ. ഡാഡി സ്പെഷ്യൽ സൂപ്പർ സൂപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്തോ ഒരു സ്റ്റോറി ഉണ്ട്. ഒരു കഥയുണ്ട്, പക്ഷെ അതിപ്പോ പറയില്ല. കാരണം സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. നമുക്ക് കുക്ക് ചെയ്തുകൊണ്ട് സൂപ്പർ സൂപ്പ് ആകുന്നതിന്റെ കൂട്ടത്തിൽ ആ സ്റ്റോറി നമ്മൾ റിവീൽ ചെയ്യും. അതിന് മുന്നേ ഈ സൂപ്പർ സൂപ്പിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ചില്ലി പൗഡറാണ്, രണ്ടാമത് കശ്മീരി ചില്ലി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ ടോസ്റ്റ് ചെയ്യാനായിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഉണ്ട്, ഗാർലിക് ഉണ്ട്, ജീരകമുണ്ട്, രണ്ടാമത് നമ്മൾ മാഗി ക്യൂബ്സ് ഉണ്ട്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ബട്ടർ ഉണ്ട്, പിന്നെ സ്പെഷ്യൽ നമ്മുടെ കായപ്പൊടി ഉണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ പ്രത്യേക സ്പെഷ്യൽ സൂപ്പർ സൂപ്പിന്റെ ഒരു പ്രത്യേക ഇൻഗ്രീഡിയന്റ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സവാള ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയില ഉണ്ട്. അപ്പൊ ഇതൊക്കെ കട്ട് ചെയ്ത് പാകത്തിന് വെച്ചിരിക്കുകയാണ്. ഒരെണ്ണം മറന്നു. ഏതാണ്? തക്കാളി. തക്കാളി നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, റെഡിയാക്കി. പിന്നെ ഒരു കാര്യം കൂടെ, പാർട്ട്ണറായിട്ട് വന്നിട്ട് ഇവൻ ഒന്നും അറിയില്ല. വെള്ളമാണോ? അല്ല, ചിക്കൻ. മെയിൻ സാധനം മറന്നുപോയി. വെള്ളം മറന്നപ്പോ വെള്ളം ഒരു കളി നടക്കത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഓക്കെ, ഗ്യാസ് നമ്മൾ കത്തിച്ചു. കുക്കർ അങ്ങോട്ട് വെച്ചു. വെള്ളം ഒഴിക്കാം. വെള്ളമല്ലടാ, ബട്ടർ ഇടാ. സോറി, ഡാഡി സ്പെഷ്യൽ സൂപ്പർ ആണ് കേട്ടോ. ഇവൻ കുളവാക്കി തരുമോന്ന് എനിക്കൊരു പേടിയുണ്ട്. സൂപ്പർ സൂപ്പാവും. അപ്പോ നമ്മൾ ബട്ടർ ഇടും. നമ്മൾ ഫസ്റ്റ് നമ്മുടെ മെയിൻ സാധനം ബട്ടർ ആദ്യം ഇടുകയാണ് അല്ലേ? ഇനി എന്താ വേണ്ട? അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉള്ളി അങ്ങോട്ട് ഇടാം. നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇതിൽ കൂടുതൽ എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും തമ്മിൽ കുക്ക് ചെയ്യുന്നവർക്ക് അറിയാം, രണ്ടിനും രണ്ട് ടേസ്റ്റ് ആണ്. ഇഞ്ചി ഇട്ടു, നമ്മൾ ചെറിയ ഉള്ളി ഇട്ടു, വലിയ വെളുത്തുള്ളി ഇടണം. ഇനി വെളുത്തുള്ളി. ഇനി നീ എനിക്ക് ഒരു 4 തക്കാളി കട്ട് ചെയ്ത് തരും. എന്തെങ്കിലുമൊക്കെ പണി എടുക്കണ്ടേ, വെറുതെ ഇന്ന് വാചകം അടിച്ചാൽ പോരടാ. പാചകവും ഒരു കലയാണ് ചേച്ചി. അത് കറക്റ്റാ. എത്ര ടൊമാറ്റോ വേണം? ഒരു 4 ടൊമാറ്റോ എടുക്കാം. നമുക്കിതിലേക്ക് ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇടും. ഓക്കെ, വെള്ളം ഒഴിക്കാം, ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇതെല്ലാം നമുക്ക് വേവിക്കാനുള്ള സാധനം ആയതുകൊണ്ട് ഇന്ന ഷേപ്പിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, അല്ലേ? അതെ. ഇത് മതിയാവോ? ഇനിയും വേണോ ടൊമാറ്റോ? ഒരെണ്ണം കൂടെ എടുത്തോ. ഒരെണ്ണം കൂടെ വേണം. അപ്പൊ ഈ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഡാഡി ഓർക്കുന്നുണ്ടോ? ഡാഡി എപ്പോഴും ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉള്ള. എന്താണ് അപ്പൊ സ്റ്റോറി? ഇനിയെങ്കിലും പറയാമോ സ്റ്റോറി? പിന്നെ എനിക്ക് സത്യം പറഞ്ഞ ഒരു 4-4.5 വയസ്സുള്ളപ്പോഴേ ഭയങ്കരമായിട്ട് പനി വന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ജനിച്ച് എൻ്റെ കുട്ടിക്കാലമൊക്കെ അരുണാചൽ പ്രദേശിലായിരുന്നല്ലോ. അച്ഛൻ അവിടെ അല്ലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഞാൻ ഫുഡൊന്നും കഴിക്കാതെ ഈ 2-3 ദിവസമൊക്കെ ആയപ്പോ എന്റെ അച്ഛൻ എനിക്ക് കഴിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്ന 4 വയസ്സിൽ ഈ റെസിപ്പി പഠിച്ചെടുത്താ? ചുമ്മാ തള്ളാണ്. 4 വയസ്സിൽ സൂപ്പ് കുടിച്ചു. പഠിച്ചെടുത്തത് പിന്നെയാണ് ബുദ്ധി വികസിച്ചപ്പോ. ഇതെങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടാണോ? വേണ്ട, അങ്ങനെ ഇതിലോട്ട് ഇട്ടാ മതിയോ? ഇതിലോട്ടോ കേട്ടോ. സോ നമ്മൾ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് മല്ലിയുടെ തണ്ടാണ്. സ്റ്റെം എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഇടുക. മതിയോ? ഇതിലേക്ക് നമുക്ക് റോ മല്ലി. ഈ സ്ഥിരം അടുക്കളയിൽ പെരുമാറി കഴിയുമ്പോഴേ നമുക്ക് ഈ കൈക്കണക്കാണ്, സ്പൂൺ ടീസ്പൂൺ അങ്ങനത്തെ ഒരു കണക്കൊന്നുമില്ല. അതൊരു ശീലമായി മാറും. ശീലം അതൊക്കെ അങ്ങനെ എടുത്തങ്ങ്. ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ് ചിക്കനിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ കായപ്പൊടി. നമ്മളിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കും. അതുണ്ടല്ലോ, അത് ഇതിലോട്ട് നമുക്ക് അരിച്ചെടുക്കണേ. എന്തിനാണെന്നറിയോ? എന്നിട്ട് ഇത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്ക് ബ്ലെൻഡർ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. കുക്കറിൽ തന്നെ നമുക്ക് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് മിക്സിയിൽ തട്ടിയാൽ
നമ്മൾ കുക്കറിൽ നിന്ന് എടുത്തു, അത് മിക്സി ജാറിലിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തു. ഇനി അതിനെ തിരിച്ച് ഈ ടൊമാറ്റോ പ്യൂരി അല്ലെങ്കിൽ നമ്മൾ ആ വേവിച്ച പ്യൂരിയിലേക്ക് ഇത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, നമ്മൾ വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിനിങ്ങനെ ചെറിയ സ്ലൈസ് ആയിട്ട് നമ്മൾ ഇത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടോ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോഴേ ഇത് മറ്റേ പഴയ സിനിമയിൽ ഉർവശി ചേച്ചി പറഞ്ഞതുപോലെ ഇത് ഞാൻ 5 വയസ്സിൽ തേച്ച ബ്രഷാണ്, അതുപോലെ 4.5 വയസ്സിൽ ഉണ്ടാക്കിയ സൂപ്പാണ്. അല്ല, ഞാൻ ബേബി ആയിരുന്നപ്പോൾ തൊട്ട് ഞാൻ കഴിച്ച ബട്ടർ മുഴുവൻ എൻ്റെ അച്ഛൻ നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന ബട്ടറാണ് കഴിച്ചിട്ടുള്ളത്. എൻ്റെ ശരീരത്തിൽ ഫുള്ള നേപ്പാളിലെ ബട്ടറാണ് എൻ്റെ അച്ഛൻ. കാരണം അരുണാചലിലല്ലായിരുന്നോ, അപ്പം ഡാഡി ഇടയ്ക്കൊക്കെ പോകുമായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് അറിയില്ലെങ്കിലും ഇത് എപ്പോഴും പറയും, നീ കഴിച്ച മൊത്തം നേപ്പാളിലെ ബട്ടറാണ്. ഓക്കെ, നേപ്പാളിലെ ബട്ടറും അരുണാചലിലെ സൂപ്പും, വാട്ട് എ കോമ്പിനേഷൻ. കണ്ടാൽ ഒരു മംഗോളി ലുക്ക്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി, നമുക്കതിലേക്ക് ഈ ചിക്കൻ എന്താ പറയുക പിച്ചിപ്പറിച്ചത്. ഈ സാധാരണ നമ്മൾ ഡിഷ് ചിക്കൻ പൊട്ടിത്തെറിച്ചത്, അതുപോലെ ഇത് പിച്ചിപ്പറിച്ചത്. ഇത് നേപ്പാളിലെ ബട്ടർ അല്ല, ഇത് മിൽമ. ആരുടെയാണ്? മിൽമയുടെ ബട്ടറാണ്. ഓക്കെ, അപ്പോൾ ടേസ്റ്റ് മാറില്ലല്ലോ, ടേസ്റ്റ് കൂടുതലേ മാറില്ല. കേരളം കണി കണ്ടുണരുന്നത് മിൽമയിലൂടെയാണ് അല്ലേ? ഞാൻ കണി കണ്ടുകൊണ്ടത് ചൂടുവെള്ളത്തിലൂടെ. ചൂടുവെള്ളം കുടിക്കുന്നത്, പാലല്ല. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പുറത്ത് ബ്രെഡും കൂടെ ടോസ്റ്റ് ചെയ്യാനുള്ള വെച്ചേക്കാം. നമ്മൾ എന്താണ് ബ്രെഡ് ചെയ്യുന്നത്? ബട്ടർ ഗാർലിക് ബ്രെഡാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വെക്കാൻ പോകുന്നത്. കുറച്ച് ബട്ടർ നമുക്ക് പാനിലേക്കൊന്ന് തടവാം. കുറച്ച് മതി, ഒരുപാട് വേണം. കുറച്ച് പഞ്ചസാര നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നമുക്ക് ഒരു എന്താ പറയുക, ഒരു ടൊമാറ്റോയുടെ ഒരു പുളിപ്പും പിന്നെ നമ്മുടെ കുരുമുളക് അതിൻ്റെയൊക്കെ ഒരു എരിയും എല്ലാം ഒന്ന് ബാലൻസ് ഒരു എന്താ പറയുക സ്വീറ്റ്നെസ്. ഇനി ആ ചിക്കൻ്റെ ഇതില്ലേ, നമ്മൾ വേവിച്ചതിൻ്റെ ചിക്കൻ്റെ സൂപ്പ് അതുകൂടി ഇതിൽ ഒഴിച്ചോളൂ. അത് അങ്ങ് ഒഴിച്ചോ. ഒന്നും കളയരുത്, ഹെൽത്തിയാണ്. നമ്മുടെ ഡാഡി സ്പെഷ്യൽ സൂപ്പ് റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് ബൗളിലേക്ക് മാറ്റട്ടെ. അതെ, കൺസിസ്റ്റൻസി നല്ല അല്ലേ, തിക്കായിട്ട്. നമ്മൾ കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല. അതെ, നാച്ചുറൽ ആയിട്ട് നമ്മുടെ സൂപ്പിനെ ഒന്ന് ഓൾറെഡി നമ്മളിവിടെ ഫുഡ് ആർട്ടിനുള്ള പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ദീപന്റെ കോൺട്രിബ്യൂഷൻ ആണ്. എപ്പോഴും ഫുഡ് ആർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, കളർഫുൾ ആയിരിക്കണം അല്ലേ? നമുക്ക് കഴിക്കുമ്പോൾ വൈറ്റ് കിട്ടുന്ന സുഖത്തിനേക്കാളും കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഫുഡ് ആർട്ട് ഒരു ആഡ് ഓൺ ആയിട്ട് നമ്മളിത് ഡെക്കോർ ചെയ്യുന്നത്. ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലേ, വെജിറ്റബിൾസ്. നമുക്ക് ഇതിപ്പോൾ എല്ലാം ഇല്ലെങ്കിലും ഈ കളേഴ്സ് എല്ലാം കൂടെ വരുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഫ്രഷ് ലുക്കാണ്. എന്താണ് നമ്മൾ കൊടുക്കുന്നത്? വാത്സല്യവും സ്നേഹവും. കിടിലം പ്രസന്റേഷൻ. ഇതിപ്പോ ഡാഡി സ്പെഷ്യൽ സൂപ്പർ സൂപ്പ് അല്ലെ, അച്ഛന്റെ പേര് വേണുഗോപാലൻ നായർ. അതെ, അപ്പൊ ഇത് വേണുവേട്ടന്റെ സൂപ്പ് എന്ന് വിളിക്കുന്നതായിരിക്കും.
നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ബ്രെഡ് ഇത്രയും ബേൺ ചെയ്തത് എനിക്ക് മനസ്സിലായില്ല. It is good, it is അല്ല tasty. നമ്മൾ കുറച്ച് ക്രഞ്ചി ആയിട്ട് ക്രിസ്പി ആയിട്ട് അതിന് burn സൂപ്പിന്റെ കൂടെ അല്ല ടോസ്റ്റ് അത് ടോസ്റ്റ് അല്ലായിരുന്നു. ടോസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയൊരു പാൻ ആയിരുന്നു ഈ ടോസ്റ്റ് വന്നതിന് ഈ വേണുകെട്ടുള്ള സമയത്ത് ടോസ്റ്റ് ഉണ്ടായിരുന്നു. ഇല്ല അന്ന്. പക്ഷേ ഈ സൂപ്പ് മാത്രമേ കൊടുത്തുള്ളൂ, ബ്രെഡ് കൊടുത്തില്ല. പനിയായതുകൊണ്ട് കൊടുത്തില്ല. മതി. അല്ല പനിക്ക് പണ്ട് റസ്കും ബ്രെഡ് വലിയ കൊടുത്തില്ല. അപ്പൊ പിന്നെ വേണോട്ട് ആയിരുന്നു ബ്രെഡില്ലായിരുന്നു. റസ്ക് നവീൻ ഉണ്ടാക്കി. ഹലോ ഞങ്ങൾ അച്ഛൻ അപമാനം ഉണ്ടാക്കി. മാർക്കറ്റ് ഇരുന്നു അടുത്ത ആൾക്കാർ അടുത്തത് നല്ല സൂപ്പായിരുന്നു. ആദ്യമേ പറഞ്ഞു ഭക്ഷണത്തിനാ കുറ്റം. അതെന്തറിയോ ഇത് ഭക്ഷണം ഉണ്ടാക്കണം അതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ ഭക്ഷണത്തിനല്ല കുറ്റം പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയവരെ പറഞ്ഞ ഇതുപോലുള്ള റിവ്യൂ പറഞ്ഞാലേ അവർക്ക് അടുത്ത അതെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും ഇതൊരു സൂപ്പ് കാറ്റഗറി. ഇപ്പം ഞാൻ ജനുവനായിട്ട് പറഞ്ഞാൽ എനിക്ക് ബേസിക്കലി എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. നമ്മൾ സൂപ്പ് കാറ്റഗറി എന്ന് പറയുമ്പം സൂപ്പ് എപ്പോഴും അപ്പറ്റൈസിങ് ആയിരിക്കണം. ഇദ്ദേഹം പറഞ്ഞാണ് അപ്പറ്റൈസിങ് ആണ്. നമുക്കിത് കഴിച്ചിട്ട് വിശപ്പ് തോന്നണം. നമ്മളൊരു കറി ഫോർമാറ്റിലേക്ക് സൂപ്പിനെ പിടിക്കുമ്പോഴുള്ള പ്രശ്നം നമുക്ക് ആ വിശപ്പ് കെട്ടുപോകും. അതാണ് പറയുന്നത്. പക്ഷേ ഇറ്റ് ഈസ് നൈസ്. ഇത് കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡൈല്യൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായി ഒരു സൂപ്പി ഫോർമാറ്റിലേക്ക് ഉണ്ടായി. ഇറ്റ്സ് വെരി നൈസ്. നന്നായി. അത് ഞാൻ ആ പ്രസൻറ്റേഷൻ കണ്ടതൊക്കെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഫസ്റ്റ് ടൈം അതും നിങ്ങളെ ഒരു പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ. അതെ അതെ അതെ. എന്നിട്ട് പോലും അതിനടുത്ത ടൈം അതിൻ്റെ ഒരു കട്ടൊക്കെ ചെയ്ത് അത് ഗാർണിഷ് ചെയ്തിരിക്കുന്നതൊക്കെ നന്നായിട്ട്. അടിപൊളിയായിട്ട്.